ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. ഇന്ന് നമ്മൾ ഗോൾഡ് ഇ ടി എഫിനെ കുറിച്ചാണ് നോക്കുന്നത്. അതായത് പല ആളുകളും ഗോൾഡ് ഇ ടി എഫ് എന്താണെന്ന് അറിഞ്ഞതും ഗോൾഡ് ബീസ് വഴി ഗോൾഡിൽ സ്റ്റോക്ക് പോലെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ അറിഞ്ഞത് ഈ അടുത്താണ്. അതായത് ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് വന്നപ്പോൾ. അപ്പോൾ പലരും കാണിച്ച ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഓൾ ടൈം ഹൈയിൽ വെച്ച് വാങ്ങി വെക്കുകയും എന്നിട്ട് മാർക്കറ്റ് കറക്ഷനിലേക്ക് വരുമ്പോൾ അത് മാർക്കറ്റിനെ പഴിച്ചിട്ട് അത് നഷ്ടത്തിൽ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഗോൾഡ് ബീസ് വാങ്ങിക്കേണ്ട പ്രൈസ് എവിടെയായിരുന്നു? നമുക്കത് ചാർട്ടിൽ നോക്കാം. ഈ ചാർട്ടിൽ നോക്കിയാൽ അറിയാം ഗോൾഡ് ഇ ടി എഫ് ഒരു ഓൾ ടൈം ഹൈയിൽ വന്നത് 83.59 എന്ന് പറഞ്ഞ പ്രൈസിലാണ്. പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയതും ഈ ഒരു പ്രൈസ് എത്തിയപ്പോഴായിരിക്കാം. അപ്പോൾ അവർ വാങ്ങിയിരിക്കുന്ന പ്രൈസും ഏകദേശം ഇവിടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ആ വാങ്ങിയ പ്രൈസിൽ നിന്ന് ഒരു 7% വരെ 7 to 8% വരെ താഴേക്ക് വന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഇപ്പോൾ ഏകദേശം ഒരു 4% ലോസിൽ വന്ന സിറ്റുവേഷനും ആയിരിക്കാം. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഓവർ സോൾഡ് സോൺ കഴിഞ്ഞ് അതിലൊരു മൊമെന്റം വരുന്ന സമയത്ത് മാത്രമായിരിക്കണം. അപ്പോൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ മൂവ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു. ബ്രേക്ക് പോയിന്റ് ആപ്പിലെ നമ്മുടെ ഇ ടി എഫ് ട്രെൻഡ് റൈഡർ സ്കാനറിന്റെ ഡേറ്റ അനുസരിച്ച് നമ്മൾ ഇ ടി എഫ് വാങ്ങേണ്ടിയിരുന്നത് ഏതാണ്ട് ഈ ഒരു സോണിലായിരുന്നു. അത് നമുക്ക് RSI വെച്ച് നോക്കിയാൽ നമ്മൾ ആ സമയത്ത് ഒരു ഓവർ സോൾഡ് സോണിലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മൂവ് ആവാൻ തുടങ്ങിയ സമയത്തായിരുന്നു നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നത്. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ റിസ്ക് വളരെ കുറവും എന്നാൽ റിവാർഡ് വളരെ വലുതുമായിരിക്കും. ഈ ഒരു ഡാറ്റ പ്രകാരം നമുക്ക് നമ്മുടെ ബ്രേക്ക് പോയിന്റിൽ ഇ ടി എഫിന് ഒരു എക്സിറ്റ് കിട്ടുന്നത് April 16 അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം ഇവിടെ വരെ വരും. ഒരു 20% ഗെയിൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അത് April 16 വന്ന എൻട്രി നമുക്ക് 17 മോർണിംഗ് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ടത് ന്യൂസ് വരുമ്പോൾ മാത്രം ആയിരിക്കരുത് ഒരു ഇൻവെസ്റ്റിംഗ് തീരുമാനം എടുക്കേണ്ടത്. ഇതുപോലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നേരത്തെ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ എല്ലാ സ്റ്റോക്കുകളും ഇ ടി എഫുകളും ഡെയിലി ഓരോന്നായി ട്രാക്ക് ചെയ്യുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ബ്രേക്ക് പോയിന്റ് ഉപയോഗപ്പെടുത്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ശരിയായ സമയം മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഗോൾഡ് ബീസ് പോലെ തന്നെ മറ്റുള്ള ഇ ടി എഫുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്കാനറാണത്. ഇ ടി എഫ് ട്രെൻഡ് റൈഡർ എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ നമുക്ക് മഫാങ് ഇ ടി എഫ് നമുക്ക് നോക്കാം. 15 നമുക്കൊരു എൻട്രി കിട്ടിയത്, April 15. ഈ കിട്ടിയ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് April 16 അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം ഒരു -6% താഴെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ നമുക്ക് കിട്ടിയിരുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ 18% ആണ്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഇതൊരു ഓവർ സോൾഡ് സെഷനിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. RSI ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. RSI വെച്ച് നോക്കിയാൽ നമുക്കിത് ഓവർ സോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്തേക്കുന്നത്. അതായത് മഫാങ് എന്ന് പറഞ്ഞൊരു ഇ ടി എഫ് പിക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷമുള്ള ഒരു റാലിയിൽ നമുക്ക് അതിൻ്റെ ട്രെൻഡ് മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു എക്സിറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓവറോൾ നമുക്ക് ഇ ടി എഫ് ട്രെൻഡ് റൈഡറിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ ഇപ്പോൾ ഇതുവരെ ഒരു 32.53% വരെയാണ് എത്തിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇത് 38% വരെ എത്തിയിട്ടുണ്ട്. ബ്രേക്ക് പോയിന്റിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പോയിന്റ് സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് വരുന്ന ഒരു ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോക്കാം.